നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇപ്പോൾ ഒരു യാത്രയിലാണ് ഈ ഒരു സംഭവം കണ്ടത്. അതായത് ഒരു മതസൗഹാർദ്ദം, ഒരു മുസ്ലിം വഞ്ചിയും. ഇത് സ്ഥലം എന്ന് പറയുന്നത് കുറവന്താവളമാണ്. അതായത് മാമ്പഴത്തറ എത്തുന്നതിന് മുന്നേ തെമ്പലം പഞ്ചായത്തിൽപ്പെട്ടാണ്, ഗ്രാമപഞ്ചായത്തിൽപ്പെട്ടാണ്. ഒരു മുസ്ലിം വഞ്ചിയുണ്ട്. അതുപോലെ വേണ്ട കാണിക്ക വഞ്ചി. അതായത് ഒരു മതസൗഹാർദ്ദം എല്ലാം കൂടെ ചേർന്നതാണ്. ഇങ്ങനെ ഒന്ന് കാണിക്കുക. കാണിക്കപ്പെട്ടി. ഈ മൂന്ന് വഞ്ചിയോട് ചേർന്നതാണ്. ഇതാണ് കേരളത്തിൻ്റെ മതസൗഹാർദ്ദം. ഓക്കെ. അതുപോലെ എൻ്റെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൻ, ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ പേരും തരുന്നത്, എൻ്റെ പേര് അരുൺ. അപ്പോൾ അരുൺ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മതസൗഹാർദ്ദത്തെ പറ്റി പുള്ളിക്കാരൻ പറയും. ഈ 3 വഞ്ചി കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ കുറവന്തോളത്ത്, അതായത് ചാലിക്കരന്ന് മാമ്പഴത്തറ പോകുന്ന റൂട്ടാണ്. കുറവന്തോളത്താണ് ഈ ഒരു 3 വഞ്ചി കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പേര് അരുൺ പറയുന്നതായിരിക്കും. പറഞ്ഞു. ഈ വഞ്ചി ഇവിടുത്തെ വഞ്ചിയാണ്. ഇത് ജമാത്തിൽപ്പെട്ടതാ. ഇത് കന്തിരിപ്പാറ എന്ന് പറഞ്ഞ ഒരു നേർച്ചപ്പള്ളി ഉണ്ട് ഇവിടെ. അത് ശാല ഒരു 1.5 കിലോമീറ്റർ അകത്തോട്ട് പോകണം. ഓക്കെ. അവിടെ അതിൽപ്പെട്ട വഞ്ചിയാണ് ഇവിടെ വെച്ചേക്കുന്നത്. നേർച്ചപ്പെട്ടിയാണ്. ഓക്കെ. പിന്നെ ഇത് അർദ്ധനാരീശ്വരൻ അമ്പലത്തിന്റെ അവിടുത്തെ അതൊന്ന് കാണിച്ചേ. അത് ഈ അമ്പലം, ഈ അമ്പലത്തിന്റെ അവിടെ കാണുന്നത് അതാണ് അമ്പലം. ഈ അമ്പലത്തിന്റെയാണ് ഈ നേർച്ചപ്പെട്ടിയായിട്ട് ഇത് വെച്ചേക്കുന്നത്. അതിന്റെ വഞ്ചിയാണ്. പിന്നെ ഇത് മേളത്തെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ റീത്ത് പള്ളി, അതിന്റെ റീത്ത് പള്ളി അല്ലേ? അതിൽപ്പെട്ട വഞ്ചിയാണ് അല്ലേ? അതിൽപ്പെട്ട വഞ്ചിയുടെ ഇതായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്, മേളത്തെ ഒരു പള്ളിയുടെ. ഓക്കെ. ഇത് കണ്ടപ്പോൾ പെട്ടെന്നൊരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീടെടുക്കാൻ തോന്നിയതും. ഒരു സൗഹാർദ്ദം.